ഫിഷ് മാർക്കറ്റിൽ നിന്ന് വന്നിരിക്കുന്നു. വേറൊരു വെള്ളിയാഴ്ച ദിവസം. ഇത് നീലിമാങ്ങയുടെ ഇത് എത്ര രൂപയുടെ ഇത്? 100 റുപ്യ കിലോ. അപ്പോൾ 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടുതലിട്ടുണ്ട്. പിന്നെ എല്ലാ സൺഡേയും ചെയ്യണ പോലെ വട, രണ്ട് വട, 2 സമോസ. ഇതിൽ ഒരു പാവുണ്ട്. ഈ പാവ് ചേച്ചിക്ക് കൊടുക്കാം. പിന്നെ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് അവിടെ നിൽക്ക് നീ. എന്നാ അത് ചേച്ചിക്കൊരു പാവ് കൊടുത്തു. അപ്പോൾ 2 സമോസ, 2 വട, പിന്നെ ഒരു നീല, പച്ച, മഞ്ഞ, ചുവപ്പ് ഇതൊക്കെ ഇട്ടുണ്ട്. നദിയൊക്കെ ഹൽവയിൽ ജീവനുണ്ട്. നമ്മുടെ നാട്ടിൽ പിലോപ്പിയ എന്നൊക്കെ പറയും. ഇത് നദിക്ക ഹൽവ എന്ന്, ഇവിടെ കാലാമച്ചി എന്നാണ് പറയുക. ധാന്യങ്ങോട്ട് ഒരു സെക്കൻഡ് ഉണ്ട്. ശ്വാസം വലിക്കുന്നുണ്ട്. വെള്ളത്തിലിട്ടേക്ക് ടീം പേടിയുണ്ട്. ടീം ഒരെണ്ണം അനങ്ങണുള്ളൂ. ഒരെണ്ണം ടീം ഡിഷ്കു വെള്ളത്തിലിട്ട് 2 ഉള്ളൂ. ഇവിടെ ഇടാകെ 3 3 അതിൽ ഒരെണ്ണം അവിടെ കിടന്ന് ശ്വാസം വലിക്കുന്നുണ്ട്. ഇത് ഒട്ടും വലിക്കുന്നില്ല. ഇനി വേറെയും ഫിഷ് ഉണ്ട്, കാണിച്ചു തരാട്ടോ. അപ്പം ഇന്ന് എന്താ കറി വയ്ക്കണ്ടേ? ഏതാ നുറുക്കണ്ടേ? നദീക്ക ഹൽവ, അല്ല സോറി, കാലാമച്ചി. അപ്പം ഇന്ന് ഒരെണ്ണത്തിന് മുറിക്കാമെന്ന് വിചാരിക്കുക. ജീവനുള്ളതിനെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. കണ്ടില്ലേ, അനങ്ങുന്നുണ്ട്. ഒരെണ്ണം നന്നായിട്ട് അനങ്ങുന്നുണ്ട്, ഒരെണ്ണം അനങ്ങുന്നില്ല. അറിയാം. ഇപ്പോൾ പാല് തളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കട്ടൻ ചായ, ഇഞ്ചി ഇട്ടത്, ഡാഡാടെ ചായ, പാൽ ചായ. ഞാൻ പാൽ ചായ കുടിക്കില്ല. ഓക്കെ. ഫിഷ് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇത് വളർത്ത് ചെമ്മീനുണ്ട്. പ്രോൺസ് കിലോ 400 രൂപ. 1 കിലോ വാങ്ങിച്ചു. പിന്നെ ഇത് 250 രൂപയുടെ അയല. ഇപ്പോൾ ഈ ട്രോളിങ് നടത്തണമെന്ന് ഫ്രഷ് കിട്ടില്ല അത്ര. 250 രൂപയുടെ അയല. ഇത് ചെമ്മീൻ, അയല. പിന്നെ നമ്മുടെ നദീക്ക ഹൽവ. നദീക്ക ഹൽവ, അയല, പിന്നെ പ്രോൺസ്. ഒരുവിധം തരക്കേടില്ല, അത്ര ചെറുതല്ല. അവിടെ കിടന്ന് ഓളിയിടുക. അപ്പുറത്തെ വീട്ടിലത്തെ കൊച്ചിനെ നോക്കുക. നാനി, അമ്മാമ്മ. എന്തത്? പരീന നോക്കുക. പരി, ജാനവി 2 കുട്ടികളുണ്ട്. മോള് ജോലിക്ക് പോയിരിക്കുക. പിള്ളേരെ നോക്കേണ്ട ചുമതല അതിന്.
കുറച്ച് പരദൂഷണവും പറയാം. വെറുതെ വീഡിയോ എടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ, കുറച്ച് പരദൂഷണം വേണ്ടേ. ചെമ്മീൻ, അയല, ആകെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം. ആകെ അംഗം വെട്ട ഒരെണ്ണത്തിന് തട്ടി പുറത്തേക്ക് ഇട്ടു. അതിവിടെ വീണ് കിടക്കുക. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ചൂടിതോ മണിഞ്ഞയോ ശിവ ശിവ. എന്നെ കടിക്കോ? ഉമ്മ തരുമോ? അപ്പം അടുത്ത വീട്ടിലേക്ക്, അടുത്ത ഫ്ലാറ്റിലേക്ക് ബിൽ എഴുതുന്ന കേട്ടോ ചെയർമാനിന്. സെക്രട്ടറി നസർ പാട്ടീന്ന് ഇവിടെ പറയാം. പരദൂഷണം കേട്ടോ. ഗാവിന്ന് വന്നിരിക്കുക സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്. അതിൻ്റെ ഫാദറാണ് ഹൈറ്റും വെയിറ്റും നോക്കി. ഇവരൊക്കെ ഈ സത്താറ ഭാഗത്തുള്ള ആൾക്കാർ. അപ്പം ഞാനിവിടെ കാലാൻ വെച്ച് കുറച്ച് നിൽക്കുന്നുണ്ട്. അതൊന്ന് തെറിച്ച് പോകണമെന്ന് ഈ ജനലടച്ചിട്ടിരിക്കുക. ഭയങ്കര തെറിപ്പം ഉണ്ട്, എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ ഫിൻസൊക്കെ വെട്ടിയിട്ട് ചെറുതൊക്കെ വെട്ടിയിട്ട് ഉണ്ട്, എപ്പോഴും അനങ്ങുന്നുണ്ട്. അത് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ജനലങ്ങനെ അടച്ചിട്ടിരിക്കുക. അങ്ങനെ ഇങ്ങനെ നുറുക്കി വൃത്തിയാക്കണം. ചേച്ചി ഇവിടെ പോത്ത് പോലെ കൊണ്ടുവന്നു. ചേച്ചി വന്നതാണ് അവൻ്റെ ഒരു ഭാഗ്യം. തിന്ന ചേച്ചി, നീ ഇപ്പം തന്നെ പാവ് കഴിച്ചോ? ഞാൻ വന്നിട്ട് അത് പൈസ പോലെ എടുത്ത് വെച്ചു. ആദ്യം ശരിഞ്ഞ് കഴിഞ്ഞു. ഒരു സുഖം. ചേച്ചി നീ ഉറങ്ങിക്കോ. അയ്യോ ഒരു ക്ഷീണം, ഉറങ്ങിക്കോട്ടോ. വേറെ പണിയാണ് എടുക്കുന്നത്. ചേച്ചി ഉറങ്ങിക്കോട്ടോ. നീ പിന്നെ വാലാട്ട്, ഇടയ്ക്കൊന്ന് വാലാട്ടി ചേച്ചി, വാലാട്ട് കൊലാട്ടി ഞാൻ കഴിച്ചത് സുഖമായി കഴിച്ചത്. കീടകളാണ്. കീട വറക്കട്ടെ. 1 മിനിറ്റ്. കീട പറക്കൽ അതിന് ഇതിട്ടുട്ടാ, ഇഞ്ചക്ഷൻ കൊടുത്തതാ. കീട പറക്കൽ പ്രക്രിയ. ഒരാഴ്ചയുടെ ഇടവേളയ്ക്ക് ശേഷം ചെറിയ ചാറ്റൽ മഴ. അപ്പം മീനൊക്കെ നുറുക്കി ഞാൻ സെറ്റാക്കി വെച്ച്. ഇത് കണ്ട് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ വിനീഗറാണ്, അതാണ് ഉപയോഗിച്ചത്. വിനീഗർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കുറച്ച് വലുതായിരുന്നു, അത് ഞാൻ വിട്ടു കളഞ്ഞു. പിന്നീട് ഒരിക്കൽ ചെയ്യാനൊന്നും എനിക്ക് വയ്യ. വിനീഗർ നമുക്ക് പഴം കൊണ്ടോ എന്ത് വേണം കൊണ്ടോ ഉണ്ടാക്കാം. അതായത് നമ്മൾ വാങ്ങിച്ച് ഏതെങ്കിലും ഫ്രൂട്ട്സ് ചീഞ്ഞ് തുടങ്ങുകയാണ്, അത് കഴിക്കാൻ ആരുമില്ലെങ്കിൽ നമുക്കതുകൊണ്ട് ഉണ്ടാക്കാം. ഏതുകൊണ്ട് വേണമെങ്കിലും വിനീഗർ ഉണ്ടാക്കാം. ഇത് ഞാൻ പഴം കൊണ്ടാണ് തോന്നുന്നുണ്ട് ഉണ്ടാക്കിയത്. അത് ഭംഗിയാക്കാൻ വേണ്ടി കുപ്പീനെ കയറുകൊണ്ടൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരു മീനെടുത്ത് ഞാൻ നോക്കി പറ്റി വെച്ചിട്ടുണ്ട്. ഇനി വറക്കണം, ചോറ് വയ്ക്കണം, ഇനിയുണ്ട് കാര്യങ്ങൾ പറയാം. ഇത് ഞാൻ ഒരുപാട് പേരിട്ടാണ് ഇയാളെ തമിഴുണ്ട്. ഇത് മറാഠിയാണ്, സത്താറവാലയാണ്. ഒരുപാട് പേരിടുന്നത് ഉസ്താദാണ്, തമിഴെന്നാണ് പേരിട്ടുള്ളത്. ഓക്കെ, സവോള വാങ്ങിക്കാൻ അവരിങ്ങനെ കെട്ടിയിട്ട് ഒരു ബണ്ടിൽ തരും. അതിന് 100 രൂപ അങ്ങനെയായിട്ട് വാങ്ങിക്കാൻ.
5 കിലോ ഉണ്ടാവും. ഓക്കെ, കിലോ 50 രൂപയ്ക്കാണ് നോക്കിയിട്ട്. പിന്നെ ആസിക്കിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് തന്നെ ഒരു വില കുറവ്. ഇത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വാങ്ങിക്കാൻ പോകണം. അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ പോകണേ. അപ്പോൾ ഇതും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. എന്താ വില കൂടി 200 രൂപ 6 കിലോ. 200 രൂപ 6 കിലോ. അപ്പോൾ ഇപ്പോൾ വാങ്ങണ്ട. എന്നാൽ ശരി. ആ, 1 കിലോ പിന്നെ വാങ്ങിക്കാം. ആ, ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വാങ്ങണ്ട 200 രൂപ 6 കിലോ. മഴ പെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ്. നാട് അപ്പോൾ ഇവിടെയും അതുപോലെ കൂടുതലാവില്ലേ? ഇവിടെയും വില കൂടുതലാവില്ലേ? ഇത് ഞങ്ങളുടെ അടുത്ത താലാബാണ് കേട്ടോ. ഇവിടെ ഗണപതിയൊക്കെ വിസർജനം ചെയ്യണ സ്ഥലം. വേണ്ട, ചേച്ചിയുടെ ചിക്കൻ വാങ്ങിക്കാൻ പോകാം. ചേച്ചിയുടെ ചിക്കൻ ഞങ്ങൾ വാങ്ങാനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ ചേച്ചിയുടെ ചിക്കൻ വാങ്ങിക്കുക. ഓക്കെ, ഈ കടയിലാണ് ഞങ്ങൾ ചേച്ചിയുടെ. ഇത് സുക്കാപ്പൂർ വഴിയാണ് കേട്ടോ. ഇത് തിരക്ക് കണ്ടോ, സ്പീഡ് കണ്ടോ വണ്ടികളിൽ. ഒരുപാട് ദേശി ചിക്കൻ വാങ്ങിക്കണം. ഇഷ്ടമല്ല ദേശി ചിക്കൻ, സാധാരണ ബ്രോയിലർ കോഴിയാണ് എനിക്കിഷ്ടം. ഇവിടെ കണ്ടില്ല മുട്ടകളുടെ ഒരു നീണ്ട നിര. ഇതിനെ കട ചേട്ടായി വന്ന് വാങ്ങിക്കാറുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ തൊഴിലാണ്. അപ്പോൾ ഞങ്ങൾ കർണാടക സംഘ ഹാളിൽ വന്നിരിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് വോട്ടർ ID-യിൽ, അതായത് നമ്മൾ ഇന്ത്യൻ നാഷണാലിറ്റിയുടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുക. അവിടെ ഇപ്പോൾ അവിടെ അശ്വിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. തിരക്കാണ്. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കണം. രണ്ട് ആൾക്കാർ മൊത്തം ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അവരുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു കർണാടക സംഘ ഹാളിൽ. ഞാനും വന്ന് ഇരിപ്പായി. ഞാൻ വന്ന് ഇവിടെ കൊടുത്തിൻ്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാരിയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ടാവുകയാണ്. മീൻ വറുത്തത്, ചക്കക്കുരു തോരൻ, മോരുണ്ട്, പിന്നെ നല്ല ആവി വറുക്കണ ചോറുണ്ട്. നല്ല ആവി വറുക്കണ ചോറ്. ഊണ് കഴിക്കാൻ പോവാണ്. ചിക്കൻ കറി, നാടൻ ചിക്കൻ വെക്കാനായിട്ടുള്ള പരിപാടിയിൽ ഇതിങ്ങനെ വെന്തുകൊണ്ടിരിക്കണം. നാടൻ ചിക്കൻ വെന്തുകൊണ്ടിരിക്കണം. ഞാൻ കഴിക്കില്ല, സ്കിന്നുള്ളതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ചേച്ചി ടാറ്റ പറഞ്ഞേ എല്ലാവർക്കും. ടാറ്റ ബൈ ബൈ. ടാറ്റ പറഞ്ഞേ.